ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് ശ്രേഷ്ഠമായ ജീവിതം ഉറപ്പാക്കണമെന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമീൺ ഭാരത് മഹോത്സവ് ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സാംസ്കാരിക ഉന്നമനത്തിനായി സമൂഹത്തെ മുന്നിൽ നിന്ന് നയിക്കേണ്ടവരാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കൌമാര കലാമേളയ്ക്ക് കൊടിയേറിയതോടെ തിരുവനന്തപുരത്ത് മത്സരവേദികൾ സജീവം. മോഹിനിയാട്ടവും മംഗളനൃത്തവും പുരോഗമിക്കുന്നു. ചൈനയിൽ വൈറസ് പടരുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളിൽ സംസ്ഥാനത്ത് ആശങ്ക വേണ്ടെന്ന് മന്ത്രി വീണ ജോർജ്. ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് ലീഡ്. വാർത്തകൾ വിശദമായി. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് ശ്രേഷ്ഠമായ ജീവിതം ഉറപ്പാക്കണമെന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമീണ ജനതയെ ശാക്തീകരിക്കാനും അവർക്ക് ഗ്രാമങ്ങളിൽ തന്നെ അന്തസ്സുള്ള ജീവിതമാർഗം ഉറപ്പുവരുത്താനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗ്രാമീൺ ഭാരത് മഹോത്സവ് 2025 ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. गांव में लोगों की कितने इतनी विविधताओं से भरा सामर्थ्य होता है, लेकिन वो सामर्थ्य जीवन की मूलभूत लड़ाइयों में ही खप जाता है. कभी प्राकृतिक आपदा के कारण फसल नहीं होती थी, कभी बाजार तक न होने के कारण फसल फेंकनी पड़ती थी. इन परेशानियों को इतने करीब से देखने के कारण मेरे मन में गांव गरीब की सेवा का संकल्प जगा. उनकी समस्याओं के समाधान की प्रेरणा आई. ഈ മാസം 9 വരെ ഭാരത് മണ്ഡപത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്ന കരകൌശല വിദഗ്ധരുമായി പ്രധാനമന്ത്രി സംവദിച്ചു. 2047ഓടെ വികസിത ഭാരതം സാക്ഷാത്കരിക്കാനായി ഗ്രാമീണ മേഖലയെ ശാക്തീകരിക്കുക എന്നതാണ് 6 ദിവസത്തെ മഹോത്സവത്തിന്റെ പ്രമേയം. നമ്മുടെ നാടിന്റെ സാംസ്കാരിക ഉന്നമനത്തിനായി സമൂഹത്തെ മുന്നിൽ നിന്ന് നയിക്കേണ്ടവരാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുമെന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ വിജയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്ത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. വയനാട് ചൂരൽമലയിലെ ദുരന്തത്തിനു ശേഷം നടക്കുന്ന കലോത്സവം അതിജീവനത്തിന്റെ കലോത്സവം കൂടിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കലോത്സവത്തിൽ മാറ്റുരയ്ക്കാനെത്തിയ പ്രതിഭകൾക്ക് മുഖ്യമന്ത്രി ആശംസ നേർന്നു. ഒരു മനുഷ്യന്റെ പൂർണ്ണമായ ജീവിതത്തെ അഭിസംബോധന ചെയ്യുന്നതാവണം വിദ്യാഭ്യാസമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. എല്ലാ വിദ്യാർത്ഥികളും അതുല്യ പ്രതിഭകളായ കലാപ്രവർത്തകർ ആകണമെന്നില്ല. എന്നിരിക്കലും ഓരോ വിദ്യാർത്ഥിയിലും അന്തർലീനമായിരിക്കുന്ന കലാപരമായ കഴിവുകൾ പ്രകാശിപ്പിക്കാൻ കൂടി വിദ്യാഭ്യാസത്തിന് കഴിയണം. കുട്ടികളിലെ കലാപരമായ ശേഷികളെ മാത്രമല്ല, അവരിലെ നന്മകളെ കൂടി പ്രകാശിപ്പിച്ചെടുക്കാൻ കഴിയണം. ചുരുക്കത്തിൽ ഒരു മനുഷ്യൻ്റെ പൂർണ്ണമായ ജീവിതത്തെ അഭിസംബോധന ചെയ്യുന്നതാവണം വിദ്യാഭ്യാസം എന്ന പ്രക്രിയ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദികൾ സജീവമായതോടെ തിരുവനന്തപുരം നഗരം കലാപ്രേമികളെ കൊണ്ട് നിറഞ്ഞു. ഉദ്ഘാടന സമ്മേളനത്തിനു ശേഷം 1ാം വേദിയിൽ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മോഹിനിയാട്ട മത്സരം ആരംഭിച്ചു. ആദ്യ ദിനമായ ഇന്ന് 24 വേദികളിലായി 40ഓളം മത്സരങ്ങളാണ് അരങ്ങേറുന്നത്. നാളെ മുതൽ 25 വേദികളിലാകും മത്സരങ്ങൾ നടക്കുക. സംസ്ഥാന സ്കൂൾ കലോത്സവം വൻ വിജയമാക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പൊതുസമൂഹത്തിന്റെ പിന്തുണയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കരുത്തെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യകരമായ മത്സരങ്ങൾ നടക്കേണ്ട കലോത്സവത്തിൽ തെറ്റായ ഒരു പ്രവണതയും പ്രോത്സാഹിപ്പിക്കില്ലെന്നും മാനുവൽ അനുസരിച്ച് മാത്രമാകും കലോത്സവം നടക്കുകയെന്നും മന്ത്രി വ്യക്തമാക്കി. കലോത്സവം പൂർണ്ണമാകുന്നതുവരെ അടിയന്തര ഘട്ടത്തിൽ വൈദ്യസഹായം നൽകുന്നതിനായി പ്രധാന വേദികളിൽ മെഡിക്കൽ സംഘത്തെയും എല്ലാ വേദികളിലും ഫസ്റ്റ് എയ്ഡ് ടീമിനെയും കനിവ് 108 ഉൾപ്പെടെയുള്ള ആംബുലൻസുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ആരോഗ്യവകുപ്പിന്റെ കൺട്രോൾ റൂം ആരംഭിച്ചു. അടിയന്തര ഘട്ടത്തിൽ 907-2055-900 എന്ന നമ്പറിൽ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാം. ക്രിസ്മസ് പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി ടൂറിസം വകുപ്പ് കനകക്കുന്നിൽ സംഘടിപ്പിച്ച വസന്തോത്സവത്തിന്റെ ഭാഗമായുള്ള ദീപാലങ്കാരം 8ാം തീയതി വരെ നീട്ടി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാനായി വിവിധ ജില്ലകളിൽ നിന്ന് തലസ്ഥാനത്തെത്തുന്ന ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ദീപാലങ്കാരം കാണാനുള്ള സൌകര്യമുണ്ടാകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. പുഷ്പമേള വെള്ളിയാഴ്ച സമാപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ചൈനയിൽ വൈറസ് പടരുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളിൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് മന്ത്രി വീണ ജോർജ്. ചൈനയുൾപ്പെടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പ്രവാസികൾ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നതിനാൽ ജാഗ്രത പുലർത്തണം. സംസ്ഥാനം സസൂക്ഷ്മം സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ വളപട്ടണം പാലം പാപ്പിനിശ്ശേരി റോഡിൽ ഗതാഗത പരിഷ്കാരം നിലവിൽ വന്നതോടെ ദേശീയപാതയിൽ രൂക്ഷമായ ഗതാഗത കുരുക്കിന് ആശ്വാസം. ഇന്നലെ മുതലാണ് പരിഷ്കാരം നടപ്പാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കണ്ണൂരിൽ നിന്ന് തളിപ്പറമ്പിലേക്ക് പോകുന്ന വാഹനങ്ങൾ വളപട്ടണം പാലം കഴിഞ്ഞ് പഴയങ്ങാടി റൂട്ടിലേക്ക് കയറി കോട്ടൺസ്, ചുങ്കം, പാപ്പിനിശ്ശേരി വഴിയാണ് തളിപ്പറമ്പ് ഭാഗത്തേക്ക് പോകുന്നത്. പഴയങ്ങാടി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കണ്ണൂരിലേക്ക് പോവാനും തളിപ്പറമ്പിലേക്ക് പോവാനും കോട്ടൺസ് റോഡ് വഴി ചുങ്കത്ത് നിന്ന് ദേശീയപാതയിലേക്ക് കയറണം. കണ്ണൂരിൽ നിന്ന് പഴയങ്ങാടിയിലേക്കും തളിപ്പറമ്പ് നിന്ന് കണ്ണൂരിലേക്കുമുള്ള വാഹനങ്ങൾ നേരത്തെയുള്ള സംവിധാനം തന്നെയാണ് പ്രയോജനപ്പെടുത്തുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പരിഷ്കാരം ഈ മാസം 8 വരെ നടപ്പിലാക്കാനാണ് തീരുമാനം. വ്യക്തിഗത ഡിജിറ്റൽ വിവര സംരക്ഷണ ചട്ടം 2025ന്റെ കരട് കേന്ദ്രം പുറത്തിറക്കി. കരട് നിയമങ്ങൾ നിർദ്ദേശങ്ങൾക്കായി തുറന്നിട്ടുണ്ടെന്നും ജനങ്ങളുടെ അഭിപ്രായം തേടുമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. കരട് ചട്ടങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഫെബ്രുവരി 18-നകം MyGov പോർട്ടൽ വഴി സമർപ്പിക്കാം. വിനോദസഞ്ചാരികളുടെ പറുദീസയായി മാറുകയാണ് ഇടുക്കി. ഡിസംബർ ജനുവരി മാസങ്ങളിലെ മഞ്ഞിനൊപ്പം കാഴ്ചകളുടെ വിരുന്നൊരുക്കുകയാണ് മലയോര മേഖല. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ശീതകാല പച്ചക്കറികളുടെ കേന്ദ്രമായ വട്ടവട, ആപ്പിൾ ഉൾപ്പെടെയുള്ള പഴവർഗ്ഗങ്ങളുടെ കലവറിയായ കാന്തല്ലൂർ, കരിമ്പിൻ തോട്ടങ്ങളാലും സമൃദ്ധമായ മറയൂർ, തേയിലത്തോട്ടങ്ങളാൽ പ്രശസ്തമായ മൂന്നാർ, മൊട്ടക്കുന്നും ചില്ലുപാലവും പൈൻമരക്കാടും ഉൾപ്പെടെ കാഴ്ചവിരുന്നൊരുക്കുന്ന വാഗമൺ, തേക്കടി തുടങ്ങിയ പ്രദേശങ്ങളിലേക്കാണ് സഞ്ചാരികൾ കൂട്ടത്തോടെ എത്തുന്നത്. ചീയപ്പാറ, വാളറക്കുത്ത്, അടിമാലി വെള്ളച്ചാട്ടം, കൂമ്പൻപാറ, പഞ്ചാരക്കുത്ത്, മൂന്നാറിലെ ലക്കം ഉൾപ്പെടെയുള്ള ഒട്ടനവധി ജലപാതങ്ങളും സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാണ്. പതിവില്ലാതെ ഡിസംബറിൽ ലഭിച്ച മഴയും വെള്ളച്ചാട്ടങ്ങൾ സജീവമാകാൻ സഹായിച്ചു. സിഡ്നിയിൽ നടക്കുന്ന ഇന്ത്യ-ഓസ്ട്രേലിയ ബോർഡ് ഗവാസ്കർ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിന്റെ 2ാം ഇന്നിംഗ്സ് പുരോഗമിക്കുന്നു. ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ 185 റൺസിന് മറുപടിയായി ഓസ്ട്രേലിയ 181 റൺസ് എടുത്ത് പുറത്തായി. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 2ാം ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് 137 റൺസ് എടുക്കുന്നതിനിടെ 6 വിക്കറ്റ് നഷ്ടമായി. 5 മത്സര പരമ്പരയിൽ 1 മത്സരം ഇന്ത്യ നേടിയപ്പോൾ 2 ജയവുമായി ഓസ്ട്രേലിയയാണ് മുന്നിൽ. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഒഡീഷയിൽ വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ഒഡീഷ FC ഗോവയെ നേരിടും. രാത്രി 7:30 ജംഷഡ്പൂരിൽ നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ ജംഷഡ്പൂർ FC ബംഗളൂരു FCയെ നേരിടും. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഇന്ന് ലോക ബ്രെയിൽ ദിനം. കാഴ്ച പരിമിതർക്ക് കാര്യക്ഷമമായ ആശയവിനിമയവും അതുവഴി മനുഷ്യാവകാശത്തിന്റെ സമ്പൂർണ്ണ സാക്ഷാത്കാരവും ലക്ഷ്യമിട്ട് 2019 മുതലാണ് ആഗോളതലത്തിൽ ബ്രെയിൽ ദിനം ആചരിക്കുന്നത്. കാഴ്ച വൈകല്യമുള്ളവർക്കുള്ള പ്രവേശനക്ഷമതയും ഉൾപ്പെടുത്തലും ആഘോഷിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ ലോക ബ്രെയിൽ ദിനത്തിന്റെ പ്രമേയം. ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിന്റെ സീസൺ 4 തുടക്കമായി. ജലകായിക ഇനങ്ങളും ഭക്ഷ്യമേളയും പട്ടം പറത്തലും ഡ്രോൺ ഷോയും സംഗീത കലാപരിപാടികളും അരങ്ങേറുന്ന ഫെസ്റ്റ് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും ജില്ലാ ഭരണകൂടവും DTPCയും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. ഫെസ്റ്റിന്റെ ഭാഗമായി ഇന്നും നാളെയും രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണിവരെ കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും കപ്പലുകൾ പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാനുള്ള അവസരമുണ്ട്. കോഴിക്കോട് തിരുവമ്പാടി കാളിയാമ്പുഴ ബസ് അപകടത്തിൽ മരണപ്പെട്ടവർക്കുള്ള ധനസഹായം മന്ത്രി KB ഗണേഷ് കുമാർ കൈമാറി. ധനസഹായം പ്രവൃത്തി പുരോഗമിക്കുന്ന തിരുവമ്പാടി KSRTC ഡിപ്പോയും മന്ത്രി സന്ദർശിക്കും. ഡിപ്പോ നിർമ്മാണം സംബന്ധിച്ച അവലോകന യോഗവും ചേരും. പ്രധാന വാർത്തകൾ വീണ്ടും. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് ശ്രേഷ്ഠമായ ജീവിതം ഉറപ്പാക്കണമെന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമീൺ ഭാരത് മഹോത്സവ് ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സാംസ്കാരിക ഉന്നമനത്തിനായി സമൂഹത്തെ മുന്നിൽ നിന്ന് നയിക്കേണ്ടവരാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കൌമാര കലാമേളയ്ക്ക് കൊടിയേറിയതോടെ തിരുവനന്തപുരത്ത് മത്സരവേദികൾ സജീവം. മോഹിനിയാട്ടവും മംഗളനൃത്തവും പുരോഗമിക്കുന്നു.
ചൈനയിൽ വൈറസ് പടരുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളിൽ സംസ്ഥാനത്ത് ആശങ്ക വേണ്ടെന്ന് മന്ത്രി വീണ ജോർജ്. ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡ് ഗവാസ്കർ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് ലീഡ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.